എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഇൻട്രസ്റ്റിംഗ് വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 7ലെ ഏറ്റവും വലിയ തരംഗം സൃഷ്ടിച്ച താരം എന്ന് അറിയപ്പെടുന്നത് തന്നെ അനുമോളുടെ പേരിലാണ്. PR കൊണ്ടും ഗുണ്ടായിസം കൊണ്ടും സദാചാരങ്ങൾ കൊണ്ടും എല്ലായിടത്തും അന്ന് ബിഗ് ബോസിൽ വീട്ടിൽ അനുമോളുടെ പേര് തെളിഞ്ഞു തന്നെ നിന്നിരുന്നു എന്ന് സാരം. കൂടാതെ അനീഷുമായി ലവ് ട്രാക്ക് പോലും അനുമോൾ ട്രൈ ചെയ്തിരുന്നു എന്ന് അന്ന് നമ്മൾ എല്ലാവരും കണ്ടതുമാണ്. 100 ദിവസം കഴിഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ അനുമോളുടെയും അനീഷിന്റെയും വിവാഹം ഉണ്ടാകും എന്ന് കാത്തിരുന്ന പ്രേക്ഷകരും ഉണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാം തകിടം മറിച്ചുകൊണ്ട് ആയിരുന്നു അനീഷിന്റെ നീക്കം. കാരണം എന്തെന്ന് വെച്ചാൽ അതിനുശേഷം അനുവിനെ അനീഷ് കണ്ട ഭാവം പോലും നടിച്ചിരുന്നില്ല. കൂടാതെ അനുമോൾ ആദിലയോടും നൂറയോടും ഉള്ള കോണ്ടാക്റ്റും ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. അവർ തമ്മിൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടർന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. ഇപ്പോഴിതാ ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനുമോളും സീസൺ 6ലെ മത്സരാർത്ഥിയായിരുന്ന അഭിഷേകും ഒരുമിച്ചുള്ള വീഡിയോയാണ് ഇപ്പോൾ വൈറലാവുന്നത്. അഭ്യൂഹങ്ങൾക്ക് സ്വാഗതം എന്ന ക്യാപ്ഷനോടെയാണ് അനുമോൾക്കൊപ്പമുള്ള വീഡിയോ അഭിഷേക് പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം ആണ്, എനിക്കും ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ആണ് എന്നാണ് അഭിഷേകിനൊപ്പമുള്ള വ്ലോഗിന്റെ തുടക്കത്തിൽ അനുമോളുടെ വാക്കുകൾ. അനുമോൾ തന്റെ അടുത്ത സുഹൃത്താണ് എന്ന് നേരത്തെ തന്നെ അഭിഷേക് തുറന്നു പറഞ്ഞിരുന്നു. ബിഗ് ബോസിന് ശേഷം ആദ്യമായാണ് അഭിഷേകിനെ കാണുന്നത്. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് അഭിഷേക് ഒരുപാട് മോട്ടിവേഷൻ നൽകിയിരുന്നതായും അനുമോൾ വ്ലോഗിൽ പറയുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് അഭിഷേക് പറഞ്ഞു തന്നതൊന്നും ഞാൻ ഹൗസിൽ ചെയ്തിട്ടില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹൗസിനുള്ളിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അനുമോളുടെ വാക്കുകൾ. അനുമോളും ലക്ഷ്മിയും കാരണം ആണ് താൻ എയറിൽ പോയത് എന്നാണ് അഭിഷേകിന്റെ പ്രതികരണം. ഞാൻ എയറിൽ പോയതായൊന്നും എനിക്ക് തോന്നുന്നില്ല, കുറേ നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ടാവും. അതെല്ലാം കേട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. ഈ കമന്റ് ഇടുന്നവരുടെ അക്കൗണ്ടിലെല്ലാം കയറി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പണിയും ഇല്ലാത്തവരാണ് ഇങ്ങനെ ഇരുന്ന് കമന്റ് ഇടുന്നത് എന്ന്. ബിഗ് ബോസിലെ അവസാനത്തെ ആഴ്ച പ്രയാസമായിരുന്നു. ആ സമയമാവുമ്പോഴേക്കും നമ്മൾ തനിച്ചാവും. പിന്നെ റീഎൻട്രിയിൽ വന്നവരോട് എനിക്ക് നന്ദിയുണ്ട്. ദൈവം പറഞ്ഞുവിട്ടതാണ് അവരെ എന്നും പരിഹാസം നിറച്ച് അനുമോൾ പറഞ്ഞു. ഹൗസിലുണ്ടായിരുന്ന ആരോടും ദേഷ്യം ഒന്നുമില്ലെന്നുമാണ് അനുമോളുടെ വാക്കുകൾ. ഇനി അനുമോളും അഭിഷേകും ഒന്നാകും എന്നും ഇരുവരുടെയും വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് എന്നുമാണ് കമന്റുകൾ നിറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അനുമോളുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൂടാതെ അഭിഷേകും അനുമോളും ഒന്നാകുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായവും താഴെ കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.